ഹലോ ഗായ്സ്, അപ്പോൾ തൃശ്ശൂർക്ക് ടാറ്റാ ബൈ പറഞ്ഞിട്ട് നമ്മളതേ തിരിച്ച് തമ്പാനൂർക്ക് നമ്മുടെ തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഗുരുവായൂരിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിൻ അവൈലബിൾ അല്ല. സോ നമ്മൾ ബസ് പിടിച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമായിരുന്നു. എന്നിട്ട് നമ്മൾ സൈഡ് സീറ്റ് കിട്ടിയ സമയത്ത് തന്നെ ഞാൻ പെട്ടെന്ന് വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്തു. വളരെ ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ വെരി 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 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയായിരുന്നു. ഈ പാടങ്ങളൊക്കെ കാണാനും ഈ പാലത്തിൻ്റെ താഴെ വെള്ളമൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാനും എനിക്ക് പറഞ്ഞ് തീരാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല. അത്രയ്ക്ക് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയായിരുന്നു. ഇനി ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വീണ്ടും അങ്ങോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ വരുന്നത്. ഞാൻ എൻ്റെ പണ്ടത്തെ വീഡിയോയിൽ 2 ദിവസത്തിന് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് 7 മാസമുള്ളപ്പോൾ ചോറൂണ് വേണ്ടിയിട്ട് ഞാൻ ഗുരുവായൂർ അമ്പലനടയിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ഓർമ്മയോ കാര്യങ്ങളോ ഒന്നുമില്ല, കാരണം ഐ എം ജസ്റ്റ് 7 month ബേബി. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് കഴിഞ്ഞു, എൻ്റെ ടീനേജ് കഴിഞ്ഞു, ആൻഡ് നൗ സ്റ്റിൽ ഐ ആം ഇൻ മൈ യങ് ഏജ്. അപ്പോൾ ഈ ഒരു യങ് ഏജിൽ ഞാൻ അമ്പലത്തിൽ പോയി. ഇപ്പോൾ ഇത്രയും വർഷം എടുത്തു ഞാൻ ആ അമ്പലത്തിലോട്ട് വീണ്ടും വന്ന് പോകാനായിട്ട്. അതാ പറയുന്നത്, ദൈവം നമ്മളെ വിളിക്കും വായോ വായോ എന്ന്. അപ്പോഴേ നമുക്കിപ്പോൾ ഈ ദൈവത്തിനെ കാണാൻ സാധിക്കത്തുള്ളൂ. അത് ഇവിടെ നിന്നല്ല, എവിടെയായാലും അതങ്ങനെ തന്നെയാണല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടി, അതുകൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റിയത്. പിന്നെ ദൈവത്തിനെ നന്നായിട്ട് കാണാനും അവിടെയും അനുഗ്രഹം കിട്ടി. ദൈവത്തെ നന്നായിട്ട് കാണാൻ പറ്റി, നന്നായിട്ട് തൊഴാൻ സാധിച്ചു, നന്നായിട്ട് ദൈവത്തിൻ്റെ ആ ഒരു ദൈവത്തിനെ കാണാനായിട്ട് പറ്റി, ദൈവത്തിൻ്റെ ദർശനം കിട്ടി. ആൻഡ് ഐ എം സോ ഹാപ്പി. വളരെ 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 ഹാപ്പിയാണ്. ഇനി എന്താണ് പോകാൻ പറ്റിയതെന്നൊന്നും അറിയില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റി. അവിടെ ചോറൂണിന് ഒരുപാട് കുഞ്ഞു 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 കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തുലാഭാരത്തിനൊക്കെ കുഞ്ഞു 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 കുട്ടികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞത്. കല്യാണങ്ങളൊക്കെ കണ്ടപ്പോൾ ഗുരുവായൂർ പോയി കല്യാണം കഴിച്ചാലെന്നൊരാഗ്രഹം തോന്നി. പക്ഷേ അതൊരു ആഗ്രഹം മാത്രം ഉള്ളിൽ തോന്നുന്നു, അത്രയേ ഉള്ളൂ. ഒരു നേർച്ചയോ കാര്യങ്ങളൊന്നും ആയിട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നില്ല. ഒരുപാട് ആഗ്രഹമായിട്ട് വിചാരിക്കുമ്പോൾ അതൊരു നേർച്ചയായിപ്പോവും. ബട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് ഭാവിയിൽ കഴിയുമെന്ന് അറിയില്ല. ഇപ്പോഴും എനിക്കറിയില്ല. സോ ഗുരുവായൂർ വെച്ച് നടത്താൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നടക്കും, ഇല്ലെങ്കിൽ നടക്കില്ല, അറിയത്തില്ല. എനിവേ അവിടെ വെച്ച് നടന്നാലൊരു ആഗ്രഹമുണ്ട്, അത്രയേ ഉള്ളൂ. ഒരു നേർച്ച കാര്യങ്ങളായിട്ടൊന്നും എടുക്കുന്നില്ല. കാരണം ഒരു നേർച്ച നമ്മൾ വഴിപാട് നേർന്നിട്ട് നമ്മൾക്ക് ചെന്ന് അത് നേർച്ച നടത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. എനിവേ ഞാൻ സംസാരിച്ച് ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലെത്തി. അമ്മയച്ഛൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഒരു യൂബർ ബുക്ക് ചെയ്ത് വീട്ടിലോട്ട് പോവാണ്. ഇനി വീട്ടിൽ പോകുമ്പോഴത്തേക്കും എൻ്റെ ബ്രദർ അവിടെ ബറോട്ടയും ചിക്കൻ സ്റ്റൂവും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ കഴിക്കണം, കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എനിക്ക് ബറോട്ട കഴിച്ചിട്ട് മതിയായില്ല, അപ്പോൾ ഞാൻ ദോശയും കൂടെ ചൂടുകയാണ്. സ്റ്റൂ ഉണ്ടല്ലോ, സ്റ്റൂ ഇസ് മൈ ഫേവറേറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ചിക്കൻ സ്റ്റൂ ഒക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങട്ടെ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണേ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ, ഗുഡ് നൈറ്റ്, ബൈ.